ലാസ്റ്റ് ലാപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പൈലറ്റ് ഓൺ വീൽസിൽ ലാസ്റ്റ് ലാപ്പ് എന്നുള്ള സീരീസ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഡ്രൈവിംഗ് പ്ലഷറൊക്കെ തരുന്ന കാറുകൾക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇന്ന് നമ്മൾ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. ലാസ്റ്റ് ലാപ്പിൽ നമ്മൾ സ്വിഫ്റ്റ് ഫീച്ചർ ചെയ്യാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത്, ഈ ഒരു ജനറേഷൻ ഓഫ് സ്വിഫ്റ്റ് നമ്മളെ വിട പറഞ്ഞ് പോവുകയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, ഇതിൽ നമ്മൾ കണ്ടുവന്ന അല്ലെങ്കിൽ ഓടിച്ച് ഇഷ്ടപ്പെട്ട് വന്ന ആ ഒരു K12 സീരീസ് എൻജിൻ അതും നമ്മളെ വിട്ടു പോവുകയാണ് എന്നുള്ളതാണ്. അടുത്ത ജനറേഷൻ സ്വിഫ്റ്റ് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ കറക്റ്റ് നമുക്ക് ഒരു മറുപടി പറയാനില്ല. പക്ഷേ ഈ കൊല്ലം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതിൻ്റെ ഏറ്റവും ഫൈനൽ പ്രൊഡക്ഷൻ ഫോം ടോക്കിയോ മോട്ടോർ ഷോയിൽ സുസുക്കി ഷോക്കേസും ചെയ്തതാണ്. ആൻഡ് അതിൽ വരുന്ന എഞ്ചിനും പുതിയൊരു സീരീസ് ഓഫ് എഞ്ചിനാണ്, Z സീരീസ് ഓഫ് എഞ്ചിനാണ് അതിൽ വരാൻ പോകുന്നത്. ഒരു മൈൽഡ് ഹൈബ്രിഡ് ഓപ്ഷനും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഒരു വരാൻ പോകുന്ന സ്വിഫ്റ്റ് എങ്ങനെയായിരിക്കുന്നോ അതിൻ്റെ എഞ്ചിൻ എങ്ങനെയായിരിക്കുന്നോ ഒന്നും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു മോഡലിനും ഇതിലിരിക്കുന്ന ഒരു K12 എഞ്ചിനും നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിരുന്നു. ആൻഡ് ഇതിനൊരു അർഹിക്കുന്നൊരു ഫെയർവെൽ കൊടുത്തേ തീരൂ. എന്നെ അതാണ് നമ്മളിന്ന് ലാസ്റ്റ് ലാപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. 2005 മാരുതി സ്വിഫ്റ്റിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ 2024 വരെയുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30 ലക്ഷം സ്വിഫ്റ്റാണ് മാരുതിയും സുസുക്കിയും ചേർന്ന് ഇന്ത്യയിൽ വിറ്റിട്ടുള്ളത്. സോ 30 ലക്ഷം യൂണിറ്റ് ഒരൊറ്റ കാർ മാത്രം നമ്മൾ ഇന്ത്യക്കാർ വാങ്ങിച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ വളരെ പിക്കിയാണ്, വളരെ ചൂസിയാണ്, വളരെ വാല്യൂ ഫോർ മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബയേഴ്സാണ് നമ്മൾ ഇന്ത്യക്കാർ. അങ്ങനെ ഒരു മാർക്കറ്റിൽ 30 ലക്ഷം കാർ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ കാർ എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്. ഇത്രയും വലിയൊരു സക്സസിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ആ ഒരു 2005 ടൈം തൊട്ട് തന്നെ ഒരുവിധം കാറുകളൊക്കെ വളരെ കൺസർവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ടിപ്പിക്കലായിട്ടുള്ള ഡിസൈൻ ആ ഒരു ടീം ഫോളോ ചെയ്ത സമയത്ത് 2005 തൊട്ടേ സ്വിഫ്റ്റ് ഒരു റാഡിക്കൽ ഡിസൈനാണ് കൊണ്ടുവന്നത്. അതായത് കസ്റ്റമറിന് കണ്ടാൽ തോന്നും ഞാൻ എന്തോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഞാൻ വാങ്ങിക്കുന്നത് എന്നുള്ളൊരു ഫീൽ കസ്റ്റമർ 2005 തൊട്ടുണ്ട്. അതിപ്പോഴും 2024 ആ ഒരു ക്യാരക്ടർ അതുപോലെ തന്നെ തുടരുന്നുണ്ട് മാരുതിയിൽ. എപ്പോഴും മാരുതി എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളത് സ്വിഫ്റ്റിനെ വെച്ചിട്ടാണ്. എല്ലാ പുതിയ ജനറേഷൻ വരുമ്പോഴും ഡിസൈനിൻ്റെ കാര്യത്തിൽ ആ ഒരു എൻ്റയർ ഫിലോട്ട് നമുക്ക് സെയിമായി തോന്നുമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മാറ്റി ആ ഒരു ഫുൾ എക്സ്പെരിമെൻ്റ് എല്ലാം തന്നെ ഇറങ്ങി ചെല്ലുന്നത് സ്വിഫ്റ്റിലേക്കാണ്. അപ്പുറത്ത് ബലേനോ ഉണ്ട്. ബലേനോ കുറച്ചും കൂടി ഒക്കെ സൈസൊക്കെ വെച്ചൊക്കെ ഒരു പൊടി മേലെയാണെന്നുണ്ടെങ്കിലും പ്രൈസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന കാറുകളാണ്. ബലേനോ കുറച്ചും കൂടി ഒരു ഫാമിലി ഓറിയൻറ്റഡ് കാറാണെന്നുള്ളത് വളരെയധികം എവിഡൻ്റ് ആക്കാൻ മാരുതി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എപ്പോഴും കുറച്ചൊരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കാറാണ്, ഒരു ചെറുതായിട്ടൊക്കെ ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാറാണെന്നുള്ളൊരു രീതിയിലേക്കാണ് എപ്പോഴും മാരുതി സ്വിഫ്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് സ്വിഫ്റ്റ് എനിക്ക് കൊണ്ട് ഇത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ളത്. കസ്റ്റമേഴ്സ് ഓൾവേസ് ഫീൽ ദാറ്റ് ദേ ആർ ബൈയിങ് ഇൻ ടു സംതിങ് ദാറ്റ്സ് യുണീക്ക്, സംതിങ് ദാറ്റ് സ്പെഷ്യൽ. ഈ ലുക്കും ക്യാരക്ടറും മാത്രമൊന്നും പോരാ. 30 ലക്ഷം കാറ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് റിലയബിളും കൂടി ആയിരിക്കണം. 30 ലക്ഷം ആൾക്കാർ വണ്ടി വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ സ്വിഫ്റ്റ് വാങ്ങി കുടുങ്ങി അല്ലെങ്കിൽ സ്വിഫ്റ്റ് വാങ്ങി ഞാൻ പെട്ടുപോയി എന്ന് ഒരാളെങ്കിലും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. സോ അതാണ് മാരുതി സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് സ്വിഫ്റ്റ് വെച്ചിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ജനങ്ങൾ മാരുതി ഷോറൂമിലേക്ക് ഇടിച്ചു കയറുന്നത് സ്വിഫ്റ്റ് വാങ്ങാൻ വേണ്ടി. ഈ ഒരു സ്വിഫ്റ്റ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇത്രത്തോളം അടിപൊളിയാക്കി തീർക്കുന്നത് ഇതിലുള്ള ഒരു എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് പാക്കേജ് തന്നെയാണ്. 2005 ആദ്യം സ്വിഫ്റ്റ് വന്ന സമയത്ത് അതിൽ G13 BB ആയിരുന്നു, 1300 cc എഞ്ചിനായിരുന്നു കൊടുത്തിരുന്നത്. അത് ഉടനെ തന്നെ അവർ മാറ്റി ഒരു K12 1200 cc എഞ്ചിൻ അവർ കൊടുത്തിരുന്നു. ഈ ഒരു K12 എഞ്ചിൻ വന്ന സമയത്ത് ഇന്തൂസിയാസ്റ്റുകൾക്ക് ഭയങ്കര പരാതിയായിരുന്നു. പഴയ G13 മതിയായിരുന്നു, എന്തിനാ K12 കൊണ്ടുവന്നത്, പഴയത് 1300 cc ആയിരുന്നു, പുതിയത് 100 cc കുറവാണ്, പവർ കുറവായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എഞ്ചിൻ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം എല്ലാവരെയും തന്നെ വായ സിപ്പർ ഇട്ട് പൂട്ടിയ പോലെ ആയിപ്പോയി. ബിക്കോസ് റിഫൈൻമെൻറ്റ് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പവർ ഡെലിവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും K12 എഞ്ചിൻ ഒരുപാട് കാതങ്ങൾ ദൂരെയാണ് കമ്പയർഡ് ടു G13. അന്ന് തൊട്ട് ഇന്ന് വരെ K12 എഞ്ചിൻ അതിൻ്റേതായിട്ടുള്ളൊരു സാഗ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു ലെജൻഡറി സ്റ്റാറ്റസിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഞ്ചിനെ എത്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. ഈ K12 എഞ്ചിൻ്റെ ലേറ്റസ്റ്റ് അവതാർ, അതായത് ഡ്യുവൽ ജെറ്റ് എഞ്ചിനെ വിളിക്കുന്നത് K12 N എന്നോ മറ്റാണ് അതിൻ്റെ കോഡ് നെയിം വരുന്നത്. അതിനെ ഡ്യുവൽ ജെറ്റ് എന്നാണ് മാരുതി വിളിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെ ഡ്യുവൽ ക്യാരക്ടർ എന്ന് വിളിക്കേണ്ടി വരും. ബിക്കോസ് എല്ലാ രീതിയിലുള്ള യൂസേജിനും വളരെയധികം ഫ്രണ്ട്ലിയാണ് ഈ ഒരു മോട്ടർ, ഈ ഒരു എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കോമ്പിനേഷൻ. AMTൻ്റെ കാര്യമുള്ള ഞാൻ പറഞ്ഞ മാനുവലിൻ്റെ കേസാണ് പറയുന്നത്. നോർമൽ യൂസേജ് അല്ലെങ്കിൽ ഒരു ഫാമിലി യൂസേജിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ലോ ആൻഡ് ടോർക്ക് ഉണ്ട്, അധികം ഗിയർ ഷിഫ്റ്റ് ഒന്നും വേണ്ട, നല്ല മൈലേജും തരും. ഇപ്പോൾ ഞങ്ങൾ 44,000 കിലോമീറ്റർ ഓടിയ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാറാണ് ഞങ്ങൾ ഓടിക്കുന്നത്. സിറ്റിയിലെ ഞങ്ങൾ മൊത്തം ഓടിച്ചു വന്നത്. കൊച്ചിയിലെ ട്രാഫിക് എന്താ ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. 14.2 നമുക്ക് ഈ ഒരു ടൈറ്റ് ട്രാഫിക് സിറ്റുവേഷനിൽ കിട്ടിയൊരു മൈലേജ്. ഇനി അതേസമയം ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റുകൾക്കും ഈ എഞ്ചിൻ ഇഷ്ടപ്പെടും. ബിക്കോസ്
നല്ല അടിപൊളി റഫ് ഹാപ്പി ആയിട്ടുള്ള എഞ്ചിനാണ്. അറൗണ്ട് 6000 RPM അതിൻ്റെ ലിമിറ്റർ വരുന്നത്. അതുവരെ പവർ നല്ലപോലെ ബിൽഡ് ചെയ്ത് കയറും. നമ്മുടെ പഴയ സുസുക്കി എഞ്ചിൻസിൻ്റെ ഒക്കെ ക്യാരക്ടർ ഇപ്പോഴും അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു K12N അല്ലെങ്കിൽ ഡ്യുവൽ ജെറ്റ് എഞ്ചിന്. ഞാനൊരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്ന് റവ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുവൽ അവതാറിലാണ് ഈ ഒരു എഞ്ചിൻ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് എത്രത്തോളം ഓടിയ ഒരു കാറായിട്ട് പോലും ഇപ്പോഴും അതിൻ്റെ ഷിഫ്റ്റുകളെല്ലാം ഭയങ്കര ക്ലിക്കിയാണ്, നല്ല ഫീലോട് കൂടിയാണ് ഷിഫ്റ്റ് ആവുന്നത്. ക്ലച്ച് ആണെങ്കിൽ പോലും വളരെയധികം ലൈറ്റാണ്, ലിറ്ററലി ഫണ്ണാണ്. ഈവൻ സിറ്റി ട്രാഫിക്കിൽ എത്ര ഗിയർ ഷിഫ്റ്റ് വേണ്ടി വന്നാലും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നില്ല. ഞാനൊക്കെ ഓടിക്കുന്നത് സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കാറാണ്. സിറ്റിയിൽ ഓട്ടോമാറ്റിക് കാർസ് ആണല്ലോ അതിൻ്റെ ഒരു സുഖം എന്ന് വെച്ചിട്ട്. പക്ഷേ സ്വിഫ്റ്റിലോട്ട് മാറിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു വണ്ടി ടെസ്റ്റിന് വേണ്ടി നമ്മൾ എടുത്തിട്ട് പോലും മാനുവൽ ആയതിൻ്റെ ഒരു എക്സ്ട്രാ പരാതി ഒന്നും എനിക്ക് പറയാനില്ല. മാനുവലാണ് യൂസ് ചെയ്തെന്നുള്ളൊരു എഫേർട്ട് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്രത്തോളം ഫ്ലുവൻ്റ് ആണ് ഈ ഒരു ഗിയർ ബോക്സ്. ഈ ഒരു ഗിയർ ബോക്സിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പവറും ടോർക്കും മാരുതി സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോ ആൻഡ് ടോർക്ക് വളരെ ഇമ്പ്രസീവാണ്. അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റുകൾ നമുക്ക് അധികമൊന്നും വേണ്ട. ടോപ്പ് ഗിയറിൽ നമുക്ക് 35 to 40 km/h ആ ഒരു സ്പീഡിൽ നിന്ന് വരെ നമുക്ക് വലിച്ചെടുത്ത് പോകാൻ പറ്റും. അത്രത്തോളം നമുക്ക് ലോ ആൻഡ് ടോർക്ക് ഉണ്ട്. ഇപ്പോൾ ഉള്ളതെല്ലാം നമുക്ക് 3 സിലിണ്ടർ ടർബോ എഞ്ചിൻസ് ആണല്ലോ നമ്മുടെ മാർക്കറ്റിൽ. ആ ഒരു 3 സിലിണ്ടർ എഞ്ചിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ലോ ആൻഡ് ടോർക്കും റിഫൈൻമെൻറ്റും തന്നെയാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്വിഫ്റ്റ് കൺസിഡർ ചെയ്യുക. ഇത് അറിയാം, ഈ ഒരു മോഡൽ ഫേസ് ഔട്ട് ആകുമ്പോൾ അറിയാം എനിക്ക്. എന്നാൽ പോലും ഇത്രയും ഡ്രൈവിംഗ് പ്രഷറുള്ള ഒരു കാറ് മാരുതിൻ്റെ സ്റ്റേബിളിൽ വേറെ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ബാക്കി ഇതിൻ്റെ സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക്, സസ്പെൻഷൻ്റെ പ്രവർത്തനം, കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ സ്വിഫ്റ്റിൻ്റെ അത്രയൊന്നും സ്പോർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ആയിരുന്നു പ്രോബ്ലി ഏറ്റവും സ്പോർട്ടിയസ്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ. അത് കഴിഞ്ഞ് വന്നതെല്ലാം കുറച്ചിങ്ങനെ ഡൈല്യൂട്ട് ആയിക്കൊണ്ടേയിരുന്നു. ഈ ഒരു ജനറേഷൻ ഏറ്റവും ഡൈല്യൂട്ടഡ് ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരുതീൻ്റെ ആ ഒരു സ്റ്റേബിൾ, മാരുതീൻ്റെ ഒരു ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാറ് സ്വിഫ്റ്റ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് അപ്രോച്ച് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും സത്യം പറഞ്ഞാൽ മാരുതി സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മുന്നിൽ കാണുന്ന 2 അനലോഗ് മീറ്റേഴ്സാണ്, സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും ഉണ്ട്. ഈ ഒരു ഓൾഡ് സ്റ്റൈൽ അനലോഗ് മീറ്റേഴ്സ് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ എത്രത്തോളം LED ഡിസ്പ്ലേ, മൾട്ടി കളർ TFT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സുഖം സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അത് മാത്രമല്ല ഇത് വളരെയധികം ഡീറ്റെയിൽഡും കൂടിയാണ്. അതിനുള്ളൊരു റെഡ് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഇൻസേർട്ട്. രാത്രി കണ്ട അടിപൊളിയാണ്. അതിന് മൊത്തത്തിൽ 2 സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ല അടിപൊളി ലുക്കാണ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ ഉണ്ട്. ഇനിയിപ്പോൾ പുതുമ വേണം എന്ന് വിചാരിക്കുന്നവർക്ക് എല്ലാ ഫീച്ചേഴ്സും, എല്ലാ ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി MFD ആയിട്ട് നടുക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇൻറ്റീരിയേഴ്സ് എല്ലാം തന്നെ മിനിമലിസ്റ്റിക് ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് ക്രൂസ് കൺട്രോളും അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. സൺറൂഫൊക്കെ ഇപ്പോഴും നമുക്ക് ഇതിൽ കിട്ടുന്നില്ല കേട്ടോ. ബലേനയിലൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്വിഫ്റ്റിൽ ഇപ്പോൾ നമുക്ക് സൺറൂഫ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റീരിയേഴ്സ് എല്ലാം മിനിമലിസ്റ്റ് ആണ്. പക്ഷേ സീറ്റ്സ് ആർ സൂപ്പർ. സീറ്റ്സ് നല്ല അടിപൊളി സീറ്റ്സ് ആട്ടോ ഇതിൻ്റെ. ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്ന മറ്റ് ഹാച്ച് ബാക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സീറ്റ് ഇതിൻ്റെ 7 അയലത്ത് വരില്ല. ഇതിൻ്റെ സൈസ് ആണെന്നുണ്ടെങ്കിലും കോൺടൂറിങ് ആണെന്നുണ്ടെങ്കിലും ഒരു കുഷനിങ്, കംഫർട്ട് എല്ലാം തന്നെ ഒരു ബിഗ് കാർ, വലിയൊരു കാർ എന്നുള്ളൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ആകെ ഒരു കുറവ് പറയാനുള്ള എന്താ വെച്ചാൽ നമുക്കൊരു ആംറസ്റ്റ് ഒന്നും സത്യം പറഞ്ഞാൽ അവിടെ കിട്ടുന്നില്ല. പക്ഷേ അത് പേടിക്കാനില്ല. നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള കാർ ആക്സസറി സെൻറ്ററിൽ അല്ലെങ്കിൽ ഒരു കാർ ആക്സസറീസ് ഷോപ്പിൽ പോയി ചോദിച്ചാൽ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് സ്വിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പല വിധത്തിലുള്ള ആക്സസറീസ് അവിടെ നിന്ന് പറഞ്ഞാൽ വാങ്ങി വയ്ക്കാവുന്നേ ഉള്ളൂ. അത്രയും പോപ്പുലറാണ് സ്വിഫ്റ്റ് നമ്മുടെ ഈ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആ ഒരു സെഗ്മെൻറ്റിൽ. എനിക്ക് വളരെയധികം കൗതുകം തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. 2005 സ്വിഫ്റ്റ് ആദ്യമേ വന്നപ്പോൾ അതിൻ്റെ ബേസ് മോഡൽ പെട്രോളിന്, അന്ന് പെട്രോളാണ് ഫസ്റ്റ് ഇറങ്ങിയത്, ഡീസൽ പിന്നീടാണ് വന്നത്. ഡീസലിൻ്റെ വേറെ സാധനമാണ് നമ്മൾ വേറെ എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ഡീസലിനെ പറ്റി എന്തുകൊണ്ട് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നതിന് മുന്നേ ഡീസൽ സ്വിഫ്റ്റുമായി നമ്മൾ വേറെ വീഡിയോയിൽ വരുന്നുണ്ട്. അതൊരു സെപ്പറേറ്റ് സെഗ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ പെട്രോൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. സോ ബാക്ക് ടു 2005 സ്വിഫ്റ്റ് ആദ്യം ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് 4,10,000 രൂപയായിരുന്നു ബേസ് മോഡലിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? 5,99,000. അതായത് 19 കൊല്ലത്തിൽ, 2025 20 കൊല്ലമായി, 20 കൊല്ലത്തിൽ വെറും 1,80,000 രൂപ മാത്രമാണ് ഒരു ഇൻഫ്ലേഷൻ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളൂ. അതായത് ഓൾമോസ്റ്റ് 20 കൊല്ലം മുന്നുള്ള ആ ഒരു സെയിം പ്രൈസിന് തന്നെ നമുക്ക് ഇപ്പോഴും സ്വിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത് ഇറ്റ്സ് എ നോ ബ്രെയിനർ സത്യം പറഞ്ഞാൽ. ബാക്കിയുള്ള കാറുകളിലൊക്കെ പ്രൈസ് എത്രത്തോളം ക്രീപ്പപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക.
സ്വിഫ്റ്റ് മാത്രം ഇപ്പോഴും നമുക്ക് ഒരു നല്ല വാല്യൂ ഫോർ മണി മെഷീനായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു ജനറേഷൻ ഓഫ് സ്വിഫ്റ്റ് നമ്മളെ വിട്ടു പോവുകയാണെന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എവിടെയോ എന്തൊരു മനസ്സിലൊരു കനം ബാക്കി കിടപ്പുണ്ട്.